ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഓണം റിലീസായിട്ട് എത്തുന്ന ലാലേട്ടൻ്റെ ഒരു കൊച്ചു സിനിമ ഹൃദയപൂർവ്വം എന്നതിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ പ്രത്യേകിച്ച് ഹൈപ്പോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ ട്രെയിലർ കണ്ടിട്ടെങ്കിലും ഒരു ഇച്ചിരി ഹൈപ്പോ എല്ലാം വരുമോ നമുക്ക് നോക്കി നോക്കാം അല്ലേ? വാ. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാണ്. അതിൻ്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മൾ ഒന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? അതെന്താ അവസ്ഥ? ആ അവസ്ഥയിലാണ് ഞാൻ. പറയൂ. ഇല്ല, സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ നല്ല കോമഡികൾ കാണും. ഏത് പ്രായത്തിലുള്ളവരവിടെ ആയാലും അല്ലെങ്കിൽ യുവ നടന്മാരവിടെ ആയാലും ലാലേട്ടന് ഒരു കോമഡി വർക്കൗട്ട് കെമിസ്ട്രി ഉണ്ട്. അത് വേറൊരു നടനും ഇല്ല, സത്യം പറഞ്ഞാൽ ഉള്ളത്. അപ്പം ഇതും ആശീർവാദ് സിനിമാസ് തന്നെയാണ്. ബാ. ലുക്ക് മാളവികാമേനോ ഇത് പഴയ ലേഡിയല്ലേ? സെയിം പോസ്റ്ററാണ്. എല്ലാവരും ഈ മറ്റേ ഏഞ്ചലിന്റെ വിങ് വരുമ്പോൾ ഒരു സെയിം പോസ് ഉണ്ട്, ഇങ്ങനെ രണ്ട് കൈ നീട്ടി. ആ സാധനം ഒരു റിലേറ്റബിൾ പോലെയാണ് അത്. എന്താ അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയെന്നു. കോമഡി ആലോ ലക്ഷ്യം സിദ്ദീഖ് ഹൃദയപൂർവ്വം. ആ ലാസ്റ്റ് വന്ന സീന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ തോളിൽ കൈക്കുന്ന പഴയ ലാലേട്ടൻ്റെ സിനിമയിലെ ഞാൻ റെഫറൻസും ഇല്ലായിരിക്കും, ചുമ്മാ എടുത്ത് വെച്ചതായിരിക്കും ഒരു വിൻറ്റേജ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ട്രെയിലറിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ബട്ട് സിനിമ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം. ആൻഡ് എന്തായാലും ലാലേട്ടൻ ആൻഡ് സംഗീത് പ്രതാപിൻ്റെ ഒരു നല്ലൊരു കോമഡി കോംബോ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ മാളവിക മേനോൻ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സിനിമ കണ്ടിട്ട് പറയാം. സത്യൻ അന്തിക്കാടിൻ്റെ ഒരു നല്ലൊരു മൂവി വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പോസിറ്റീവ് വല്ലതും ആണെങ്കിൽ പിന്നെ ഓണത്തിന് വേറെ ആരും നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, ലാലേട്ടൻ തൂക്കും. അപ്പം ഹൃദയപൂർവ്വം ഹൃദയത്തിലാവുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. പക്ഷെ ലാലേട്ടൻ പിന്നിക്കും.